ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 10-ാം അധ്യായമായ വിഭൂതി യോഗത്തിലെ 19 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 20-ാമത്തെ ശ്ലോകം നോക്കാം. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതഃ അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവ ച. ഗുഡാകേശ ഭഗവാൻ അർജുനനെ അഭിസംബോധന ചെയ്യുന്നതാണ്. ഗുഡാകേശൻ എന്നാൽ നിദ്രയെ ജയിച്ചവൻ എന്നർത്ഥം. സദാ ഉണർന്നിരിക്കുന്നവൻ എന്ന് വെച്ചാൽ ഉറങ്ങാത്തയാൾ എന്നല്ല അർത്ഥം. സദാ ജാഗരൂകനായി ഇരിക്കുന്നവൻ, മനസ്സുകൊണ്ട് ഉണർന്നിരിക്കുന്നവൻ, ഉദാസീനതയില്ലാത്തവൻ എന്നൊക്കെയാണ് അർത്ഥം. സർവഭൂതാശയസ്ഥിതഃ സകല ഭൂതജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ആത്മാഹ ആത്മാവാണ് അഹം ഞാൻ. ഭൂതാനാം ജീവഭൂതങ്ങളുടെ ആദിശ്ച ആദിയും മധ്യം ച മധ്യവും അന്ത ഏവം ച അന്ത്യവും അഹം ഞാനാകുന്നു. അല്ലയോ സദാ ജാഗരൂകനായി ഇരിക്കുന്നവനെ, നിദ്രയെ ജയിച്ചവനെ അർജുന, സകല ഭൂതജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ആത്മാവാകുന്നു ഞാൻ. സകല ജീവജാലങ്ങളുടെയും ആദിയും മധ്യവും അന്ത്യവും ഞാനാകുന്നു. ഈ അർജുന, സകല ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്ന പരമാത്മ ചൈതന്യം, അതായത് ആത്മാവ്, അത് ഞാനാകുന്നു. വളരെ കൃത്യമായി ഭഗവാൻ പറയുകയാണ് താൻ ആരാണ് എന്ന്. സകലത്തിൻ്റെയും ആദിയും മധ്യവും അന്ത്യവും ഞാനാകുന്നു. ഉദാസീനതയില്ലാതെ സദാ ജാഗ്രതയോടെ നിദ്രയാകുന്ന തമസ്സിനെ ജയിച്ചവനാണ് അർജുനൻ. അതാണ് ഗുഡാകേശ എന്ന് ഭഗവാൻ അഭിസംബോധന ചെയ്യുന്നത്. പ്രകാരം ഉണർന്ന മനസ്സുള്ളവർക്കേ ഭഗവത് തത്വം മനസ്സിലാവുകയുള്ളൂ. അജ്ഞതയുടെ അന്ധകാരത്തിൽ ഉറങ്ങുന്നവർക്ക് ഭഗവത് മഹിമ മനസ്സിലാക്കുവാൻ കഴിയില്ല. അർജുനൻ അത്തരം അന്ധകാരത്തിന് അതീതനായതിനാലാണ്, ആ അന്ധകാരത്തെ ജയിച്ചവനായതിനാലാണ് തൻ്റെ വൈവിധ്യമാർന്ന ഐശ്വര്യങ്ങളെപ്പറ്റി ഭഗവാൻ അർജുനനെ വിവരിച്ചു കൊടുക്കാൻ തുനിയുന്നത്. ആദ്യമേ തന്നെ ഈ വിശ്വത്തിൻ്റെ മുഴുവൻ സത്തയാണ് താൻ, ആത്മാവാണ് താൻ എന്ന് ഭഗവാൻ പറയുന്നു. പ്രപഞ്ചത്തിൻ്റെ മുഴുവനും സൃഷ്ടാവും ഇതിനെ പരിപാലിക്കുന്നവനും ഇതിനെ സംഹരിക്കുന്നവനും താൻ തന്നെ എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു. സൃഷ്ടാവായതും സൃഷ്ടിജാലങ്ങളായതും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും സൃഷ്ടികൾ സൃഷ്ടികർമ്മമായതും താൻ തന്നെ, ഈശ്വരൻ തന്നെ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ വിവരിച്ചിട്ടുണ്ട്. ഈ വിശ്വം മുഴുവനും ഭഗവാനിൽ കുടികൊള്ളുന്നു. ഭഗവാൻ ഈ വിശ്വം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു. പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും സൂക്ഷ്മരൂപിയായി കുടികൊള്ളുന്നു. അണോരണീയാൻ മഹതോ മഹീയാൻ, അണുക്കളിൽ വച്ച് അണുവായത്, അതായത് ചെറുതിൽ വച്ച് ഏറ്റവും ചെറുതാണ് ഞാൻ. മഹതോ മഹീയാൻ, വലിപ്പമുള്ളവയിൽ വച്ച് ഏറ്റവും വലിപ്പമുള്ളതും ഞാനാകുന്നു. സകലതും എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ സകലതിലും സ്ഥിതി ചെയ്യുന്നു. ഈശാവാസ്യം ഇതം സർവം, ഇവിടെയുള്ള സകലതിലും ഈശ്വരൻ വസിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് എന്താണ് സനാതനധർമ്മ?
സിദ്ധാന്തമനുസരിച്ച്, ദർശനമനുസരിച്ച് എന്താണ് ഈശ്വരൻ എന്നുള്ളതിൻ്റെ വ്യക്തമായ ആ ഒരു നിർവചനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കുകയും അതിനെ നിലനിർത്തുകയും അതിനെ വീണ്ടും സംഹരിച്ച് വീണ്ടും സൃഷ്ടിക്കുകയും എല്ലാം ചെയ്യുന്ന, സകല ചരാചരങ്ങളിലും ആത്മാവായി കുടികൊള്ളുന്ന, ചൈതന്യമായി കുടികൊള്ളുന്ന ആ പരമാത്മ ചൈതന്യമാണ് ഈശ്വരൻ. ആ പ്രാപഞ്ചിക ഊർജമാണ് ഈശ്വരൻ. അതാണ് സനാതനധർമ്മത്തിലെ ഈശ്വരസങ്കല്പം. അത് ഭഗവാൻ വളരെ വ്യക്തമായി ഈ ശ്ലോകത്തിലൂടെ അർജുനനോട് പറയുകയാണ്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.